ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. എപ്പോഴും ഒരേപോലെ ശരിയാവില്ലല്ലോ, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനായിട്ട് ഒരു ബൗളിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലേശം വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇത്രയും മസാല മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ബാക്കി വന്ന മസാലയിലോട്ട് നമുക്ക് മീനിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറേ വാരി ഇടരുത് കേട്ടോ. കാരണം അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഭയങ്കര കുത്തുമണം ഉണ്ടാവും. ഞാനൊരു 15 മിനിറ്റോളം മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. മീൻ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ കറി വെച്ചു. ഓൾറെഡി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാരണം അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയ സവാളയും വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ഇടാം. നിങ്ങൾ കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ അധികം സവാള ഒക്കെ ചേർത്തോളൂ കേട്ടോ. സവാളൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് മസാല നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തേക്കണേണ്. കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ മസാലയിലോട്ട് ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.